അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ പറയാം, ഇത് ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ബോട്ടിൽ. അയ്യോ എൻ്റെ കിച്ചുമോളെ ഷാർക്ക് വിഴുങ്ങി. ആ ആ ആ അത്രേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതെ, ഇന്ന് തുടർന്നും അടുത്തൊരു യാത്രയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എവിടേക്കാ അതൊക്കെ പറയാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസിൽ കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. വേറൊന്നുമല്ല, ഇൻട്രൊഡക്ഷൻ ഒരുപാട് നീണ്ടു പോകുന്നു. വിഷ്വൽ മാത്രമല്ല, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞങ്ങൾ പറയും. എന്നാലല്ലേ ആ വീഡിയോയ്ക്കൊരു കംപ്ലീഷൻ വരും. അതെ അതെ. അപ്പോൾ ഒരുപാട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ഞങ്ങൾ പറയാം. അപ്പോൾ ഇന്ന് പോകുന്നത് അത് മാത്രം പറയാം അല്ലേ, ഞങ്ങൾ മെട്രോയിലാണ്. അപ്പോൾ ഞങ്ങൾ അതവിടെ ചെന്നതിന് ശേഷം ഇപ്പം നമ്മൾ പോകുന്നത് മെട്രോയിലാണ്. അത് മാത്രമല്ല, ഈ ആംബിയൻസ് നിങ്ങൾ നോക്കും, നിങ്ങൾ എവിടെയാണെന്ന്. ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത്. കണ്ടോ, നല്ല അല്ല കളകളാരവും, കിളിശബ്ദമല്ല കളകളാരവും. അപ്പോൾ എന്തായാലും നല്ല ഒരു ആംബിയൻസ് ആണ്. വൈകുന്നേരം ഇപ്പോൾ ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമിലാണ് ശരിക്കും പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കാണാം. വീണ്ടും പറയുന്നു, ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഇടുന്ന വീഡിയോസൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എത്തിസലാത്ത് മെട്രോ സ്റ്റേഷൻ കേട്ടോ. സ്റ്റാർട്ടിങ് സ്റ്റേഷനാണ് കേട്ടോ. മോർ ദാൻ 2 people. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് കേട്ടോ. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ ഇതിനുള്ളിലുണ്ട്. ഈ ഗ്രീൻ ലൈനിൽ കാണാം, നിങ്ങൾ ഗസ് ചെയ്യൂ. ഈ സ്റ്റേഷൻ്റെ പേരെന്തോ, എന്തോ പ്രത്യേകത. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ യൂണിയൻ സ്റ്റേഷൻ കേട്ടോ. ഇവിടുന്ന് ട്രെയിനൊക്കെ മാറി കയറുന്ന സ്റ്റേഷനാണ്. നമുക്ക് പോകേണ്ടത് ഗ്രീൻ ലൈനിൽ തന്നെയാണ്. ഇപ്പം നിലവിൽ ഗ്രീനും റെഡും മാത്രമേ ഉള്ളൂ. ഉണ്ടല്ലേ, തിരക്ക് കണ്ടില്ലേ. ഇനി അങ്ങോട്ട് റഷായിരിക്കും. അപ്പുറത്തൊരു ട്രെയിൻ പോകുന്നുണ്ട്, അത് എത്തിസലാത്തിലോട്ടാണ്. അപ്പോൾ ഗായ്സ്, നമ്മളുടെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ, 30 സ്റ്റേഷൻ കവർ ചെയ്താണ് ഇപ്പോൾ നമ്മൾ എത്തിയത്. ദി ലാസ്റ്റ് സ്റ്റേഷൻ ഈസ് ക്രീക്ക്. അപ്പോൾ ക്രീക്കിലേക്ക് നമ്മൾ കാലെടുത്ത് ചവിട്ടി. ചുമളെ നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ക്രീക്കിലാണുള്ളത്. ദൂരെ കാണുന്ന സംഭവം ഹാർബറാ? ഈ കപ്പൽ കേട്ടോ, പഴയ കപ്പല്. അൽജദാഫ് എന്ന് പറയും. കപ്പലെല്ലാം വന്നിട്ട് നമ്മുടെ അവിടെ മറൈൻ ഡ്രൈവില് അല്ല, കപ്പൽ വന്നിട്ട് ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തില്ല, അതുപോലത്തെ ഒരു സംഭവം കാണാൻ. അപ്പം നമുക്ക് ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഒരു 2 minutes വോക്ക്. അത് കഴിഞ്ഞിട്ട് മെട്രോ കിട്ടും, ബോട്ട് സർവീസ് കിട്ടും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് എക്സിറ്റ് നമ്പർ 1 കേട്ടോ. ലൈറ്റൊക്കെ ഉണ്ട്, നല്ലൊരു വാക്ക് വേ അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ക്രീക്ക് ഹാർബറിലേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ഒരു കാഴ്ച. നോക്കി, എന്താന്ന് പറ. ഒരു ബോട്ടിന്റെ ബോട്ടല്ല, ഒരു ഷിപ്പിന്റെ അല്ല, ബോട്ടാന്ന് തോന്നുന്നു. ബോട്ടിന്റെ പണിത് വെച്ചിരിക്കുന്ന അവശിഷ്ടം അല്ല, ഇത് ആക്ച്വലി ഞാൻ പറയാം, ഇത് പൂർത്തിയാകാത്ത ഒരു ബോട്ട്. ഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആണെന്ന് വിശ്വസിക്കുന്നു. ഷിപ്പിന്റെ കൺസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ തന്നെ പറ, ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, അതാ നോക്ക്. ആ മരമാണോ അത്? പ്രത്യേക ഒരു ഇതുണ്ട് ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നൊരു, അറിയത്തില്ല. അവിടെ വരെയാണ് മെട്രോ കേട്ടോ. അതിൻ്റെ ബാക്കി ബാലൻസ് വന്ന മെട്രോ പില്ലറുകളാണിത്. നമ്മുടെ നാട്ടിലൊക്കെയാണ് പില്ലർ കുറവാണ്, ഇവിടെ കൂടുതലാണ്. അപ്പോൾ അതാണ് എൻട്രൻസ് കേട്ടോ.
അപ്പോൾ അവിടെ പാസ് ഉണ്ട്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന RT ആണ്. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, അൽ ജദാഫ് മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഇതാണ് കേട്ടോ. അണ്ടർ RT ആണ്, ഗവൺമെൻറ് ഓഫ് ദുബായ്. അപ്പോൾ നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കുള്ള ബോട്ട് എവിടെയാണെന്ന് തോന്നുന്നു വരുന്നത്, അങ്ങോട്ട് പോകണം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പോൾ ക്രീക്ക് ഹാർബറിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നേരത്തെ യൂട്യൂബ് വീഡിയോയ്ക്കകത്തിലൊക്കെ എല്ലാവരും പറയുന്നത് ഒരു ബോട്ട് സർവീസ് 2 ദിറംത്തിനുള്ള RTയുടെ സർവീസ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നോൾ കാർഡ് അക്സെപ്റ്റഡ് അല്ലെന്നാണ് പറയുന്നത്. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് 4 ദിറം പെർ പേഴ്സൺ. അപ്പോൾ അങ്ങനെ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈച്ച് 4 ദിറമാണ് ഈച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. തൊട്ട് മുമ്പിൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്ന് ഫെസ്റ്റിവൽ സിറ്റി, വേറൊന്ന് ക്രീക്ക് ഹാർബർ കേട്ടോ. ഇതാണ് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോകുന്ന ബോട്ട്. ഓക്കെ. ഇത് കിടക്കുന്ന ഫെറി നമുക്ക് ഹാർബറിലോട്ട്, ക്രീക്ക് ഹാർബറിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് ഫെസ്റ്റിവൽ സിറ്റി പോകണമെങ്കിൽ ഈ ബോട്ടിലായിരിക്കും അല്ലേ പോകുന്നത്? ഈ ബോട്ടിൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ക്രീക്ക് ഹാർബറിലേക്കുള്ള ബോട്ടിൽ കയറി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇതിനപ്പുറത്തേക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഫുള്ള് കാണുന്ന ചെറിയ ബോട്ടിലായിരിക്കും പോകുന്നത് ഞാൻ വിചാരിച്ചു. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ജേർണി എത്രത്തോളം നല്ലതായിരിക്കുമെന്ന്. നിങ്ങളും അഭിപ്രായം പറ കേട്ടോ. ഓക്കെ. ഹാർബറിലോട്ടുള്ള ബോട്ടാണെങ്കിലും നമ്മളിതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു പഠിക്കേണ്ട കാര്യം. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ ബോട്ടിൽ. ശരിക്കും ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുന്ന അതേ ഫീൽ. നല്ല അടിപൊളി സീറ്റും ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഫോണോ അങ്ങനെയുള്ള എന്തെങ്കിലും വെക്കാം. യെസ്. അപ്പോൾ നമ്മുടെ ബോട്ട് എടുത്തിരിക്കുകയാണ്. നേരെ ഹാർബറിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. ലക്ഷറി ഏരിയാസിൽ പെടുന്ന ഏരിയാസാണ് കേട്ടോ അതൊക്കെ. ഇപ്പോൾ ഗൈസ് ഇത് കംപ്ലീറ്റ്ലി RTA കൺട്രോളിലാണ്. RTA അണ്ടർ കൺട്രോളിലുള്ള ബോട്ട് സർവീസാണ് കേട്ടോ. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം വാർണിംഗ് നോട്ടീസുകൾ ഒരുപാട്. ഇത് ഞാൻ മറ്റൊരു പ്രത്യേകത കണ്ടത്, നമ്മളിത് കയറി ബോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായി. നമുക്കിത് പുറത്തോട്ട് പോകാനുള്ള ഒരു നിർവാഹവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർബറിലേക്ക് നമ്മുടെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ക്രീക്ക് ഹാർബറിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. നൈസാണ്, അടിപൊളി ബോട്ട്. ഇത് വേറൊരു ടൈപ്പ് ബോട്ട്. ഗൈസ് ഒരു ബോട്ട് കണ്ടോ നിങ്ങൾ? എന്നാ ലക്ഷറി ബോട്ടല്ലേ അത്. മറ്റേ ഇതല്ലേടി, നോക്കിയാ പായ്ക്കപ്പല്ല നോക്കി ഗൈസ്. അപ്പോൾ നമ്മൾ ഹാർബറിലേക്ക് കയറിയിരിക്കുകയാണ്. കയറുമ്പം റൈറ്റ് സൈഡിലായിട്ട് തിരിച്ച് റിട്ടേൺ പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്ന ഓഫീസാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ലൈറ്റ് പോകുന്നതിന് മുമ്പ് എത്തപ്പെടേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ചെറിയ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, കാഫ്റ്റീരിയ പോലൊക്കെയുള്ള ഫോറിനേഴ്സാണ് കൂടുതലും ഇവിടെ. മോണ്ടോക്സ് എന്നാണ് പേര്. നമ്മളിപ്പോൾ ദുബായിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു ഹാർബറിലാണ് വന്ന് നിൽക്കുന്നത്. ക്രീക്ക് ഹാർബർ. കണ്ടില്ല, നല്ല അടിപൊളി സൺസെറ്റും നല്ല പീസ്ഫുള്ളും നല്ല രസമാണ് ഇവിടെ വന്നത്. ആ ഒരു കാറ്റും കടലിൻ്റെ ആ ഒരു കാറ്റും തിരയില്ലാത്ത ഇറക്കിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ മണ്ണേ വീണാൽ മുറിയത്തൊന്നുമില്ല. താഴോട്ടാവുള്ളൂ. സോഫ്റ്റ് സ്പോഞ്ചി മെറ്റീരിയൽ.
അപ്പോൾ ഗായ്സ് ഇത് കണ്ടില്ലേ, ഐ ലവ് യു എ ഇ എന്നാണ്. അതൊരു പ്ലേയിങ് ഏരിയ ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തേക്കാം കേട്ടോ. അതൊരോ പ്ലേയിങ് ഏരിയ ആയിട്ട് അല്ലേ സെറ്റ് ചെയ്തേക്കാം അവർ. ഹൈലൈറ്റിങ് വിഷ്വൽ കാണിക്കാം, അതിനുവേണ്ടിയാണ് ശരിക്കും ഇവിടെ വന്നത് തന്നെ. ഈ ഇരിക്കുന്ന എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വന്നതാണ്. ഞങ്ങൾ ക്രീക്ക് ഹാർബറിലാണ് വന്നതിന് എന്നുള്ളതിൻ്റെ ഏക തെളിവ് കാണിക്കാനുള്ള ഓട്ടം. അവസാനം ക്രീക്ക് ഹാർബറിലേക്ക് എത്തി. ക്രീക്ക് ഹാർബറിൽ എപ്പോഴെത്തി? ഈ ഒരു റൈറ്റിങ്സും അത് കണ്ടില്ലേ, അതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഇത് ഇവിടെ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ തൊട്ട് ബാക്കി പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ ഒരു ബോട്ട് കാണുന്നു, കണ്ടില്ലേ? അത് ബോട്ട് സർവീസ് ഉള്ള ബോട്ട് തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും ഈ ഒരു വ്യൂ ഭയങ്കര കേട്ടോ. ലോകത്തിൻ്റെ ഏറ്റവും ദി ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് തൊട്ട് ബാക്കിൽ. എന്ത് അത്ഭുതമല്ലേ! ഇതിനൊക്കെയാണ് ടാലന്റ് എന്ന് പറയുന്നത്, അട്രാക്ട് ചെയ്യിക്കാൻ. ശരിക്കും എന്താ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഫോട്ടോയുടെ സെക്ഷൻ മേളമാണ് ഇവിടെ കണ്ടത്. ഇതെവിടാ? ഷാർക്കിന്റെ വായ. പക്ഷെ തോന്നുന്നില്ലല്ലോ. ഇച്ചിരി ബാക്കിലോട്ട് പോയി നോക്കാം, ഷാർക്കാണോ? ആ, ഷാർക്കാ കേട്ടോ. ഇപ്പം എന്താ പരിപാടി? കേറ്. അയ്യോ എന്റെ കിച്ചുമോളെ, ഷാർക്ക് വിഴുങ്ങി. എവിടാ? കാണുന്നില്ല. ആഹാ. ആ ഓക്കെ വാ. ആ ആ ആ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ നടന്ന് കുറച്ച് കുഴപ്പി ഒരു 7-അപ്പും കുറച്ച് നട്ട്സും ഒക്കെ കുറച്ചുകൊണ്ട് ഇങ്ങനെ ക്രീക്ക് ഹാർബറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. ഇത് റോസ്റ്റഡ് നട്ട്സ് ആണ്. ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു തരം ബാറ്ററിനകത്തിൽ കറിവേപ്പിലയും ഇതുപോലത്തെ എള്ളും എല്ലാം കൂടെ ഇട്ട് ഒരു ബാറ്ററിനകത്ത് പൊരിച്ചെടുക്കുന്നത്. നല്ല ക്രിസ്പി അതിൻ്റെ പുറംഭാഗം. ക്രീക്ക് ഹാർബറിൽ കൂടെ നടന്ന് ഞങ്ങളൊരു പരുവായി, ക്രീക്ക് പരുവായി. ഞങ്ങൾ ഇവിടെ ഒരാളെ തപ്പി ഞാൻ നടന്നു വന്നു. അമ്പമ്പോ, എന്താ പരിപാടി? ഗായ്സ് ഇത് കിട്ടില്ലൻ ഒരു വ്യൂ. ഇത് ചാരി ഇവിടെ കിടക്കാം. എന്താ പരിപാടി? ഞാൻ ഉറങ്ങാൻ പോവാം. അപ്പൊ എന്താ? ഇതൊരു ഫോട്ടോ സെക്ഷൻ ഏരിയ കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ ഒരു. ആ ഫ്രണ്ട്സ്, അടുത്തൊരു ഫോട്ടോ ഫ്രെയിം കേട്ടോ. ആ നടുക്ക് നിന്നൊരു ഫോട്ടോ എടുക്കാം. ഗൈസ് ഈ മനോഹരമായ കാഴ്ചയോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. പോലവേ ആശാമുകിൽ